കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ചർച്ച് യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇത് നോമ്പുകാലം ദാനധർമ്മങ്ങളുടെ ആഘോഷമായി മാറണം. നമ്മുടെ ചുറ്റിലും എത്രയോ പേർ ദുഃഖത്തിലും അരാജകത്തിലും ദാരിദ്ര്യത്തിലും കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥന കൊണ്ട് ദൈവത്തോട് അടുക്കുന്നവരാണ് എന്ന് സ്വയം പറയുന്നവരാണ്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ദാനം ചെയ്യുവാൻ നമുക്കുള്ളതിന്റെ ഒരു വിഹിതം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഉള്ളവർ കൊടുക്കട്ടെ, ഉള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റൂ എന്ന്. എന്നാൽ എനിക്കുള്ള അല്പത്തിൽ നിന്ന് അല്പമൊന്ന് മാറ്റിവെച്ച് ഒന്ന് കൂട്ടിവെച്ച് ഇല്ലാത്തവന് കൊടുത്താൽ നമ്മുടെ വരും തലമുറയ്ക്ക് അവരുടെ മുന്നിൽ നല്ല മാതൃകയുള്ളവരായി തീരാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 2 കാശിട്ട വിധവയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ ഭാഗത്ത് കർത്താവ് ദരിദ്രയായ വിധവയുടെ വഴിപാടിനെ പ്രശംസിക്കുകയും അവളുടെ സമർപ്പണത്തെയും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെയും ഉയർത്തിക്കാട്ടുന്നു. ഈ ഭാഗത്ത് നിന്ന് 2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, ദരിദ്രയായ വിധവയുടെ സമർപ്പണം. 3-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന്. 4-ാം വാക്യത്തിൽ പറയുന്നു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും സമർപ്പിച്ചിരിക്കുന്നു. ഈ വിധവയ്ക്ക് സാധ്യമായത് ദൈവത്തിലുള്ള സമർപ്പണം മൂലമാണ്. ഏതൊരു കാര്യത്തിനും നാം ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ സമർപ്പണം ആവശ്യമാണ്. രണ്ടാമതായി, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എന്നാൽ ഉപജീവനം മുഴുവൻ നൽകുന്നത് പ്രയാസമാണ്. സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ കൂടി കടന്നുപോകുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ നാളെ എങ്ങനെ ജീവിക്കും? അവിടെയാണ് അവളുടെ വിശ്വാസത്തിന്റെ ആഴം ബോധ്യപ്പെടുന്നത്. മദർ തെരേസയുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആശ്രമത്തിൽ ഒരു ഭിക്ഷക്കാരൻ വന്ന് തന്റെ ഭിക്ഷപാത്രത്തിലുള്ള ഭിക്ഷ മുഴുവൻ മദറിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റെ ഇന്നത്തെ സമ്പാദ്യമാണ്. ഇവിടുത്തെ അഗതികൾക്ക് വേണ്ടി അമ്മ ഈ പണം സ്വീകരിക്കണം. അത് വാങ്ങിയ ശേഷം ആ അമ്മ പറഞ്ഞു, എനിക്ക് നോബൽ പ്രൈസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഈ ഭിക്ഷക്കാരൻ നൽകിയ പണത്തേക്കാൾ അതൊന്നും വലിയതായി ഞാൻ കാണുന്നില്ല. പ്രിയമുള്ളവരെ, പൂർണമായ സമർപ്പണത്തോടുകൂടി ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് നമുക്കുള്ളതിൽ നിന്നും ദാനം ചെയ്ത് ജീവിക്കുവാൻ ഈ നോമ്പുകാലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ധ്യാനം നിർത്തുന്നു. ആമേൻ.